ബാറ്ററി ടു ഇൻവെർട്ടർ കമ്മ്യൂണിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രിഡ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രിഡിന്റെ സോഴ്സ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് 2.23 കിലോ സ്പൈഡറിന്റെ സ്റ്റാറ്റിക് ടൈപ്പ് ബാറ്ററി അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ നേരത്തെ പെട്ടിക്കകത്ത് ഈ സാധനം എല്ലാത്തിനും കാണത്തില്ല. ഇതായിരിക്കും കേബിൾ. ഇതതിൻ്റെ വീലാണ്. അപ്പം ഈ രണ്ട് സ്റ്റാറ്റ് ബാറ്ററിയുടെ ഇടയിൽ ഈ വീല് നമ്മൾ വയ്ക്കും. വെളിയിൽ സ്റ്റാക്ക് ബാറ്ററിയുടെ ഒരു അടിയിൽ ഇതിന്റെ വീല് വെക്കാനാണ്. നമ്മുടെ സ്റ്റാക്ക് ടൈപ്പ് ബാറ്ററി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പാരൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടും പാരൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. കപ്പാസിറ്റി, അലാം റൺ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പറ്റും, ഇതിനകത്ത് ഒരു ബാറ്ററി മാസ്റ്ററും ഒരു ബാറ്ററി സ്ലേവും ആയിരിക്കും. അപ്പോൾ മാസ്റ്റർ ആയിട്ടിരിക്കുന്ന ബാറ്ററി, അതായത് നമ്മൾ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ക്യാൻ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്ന ബാറ്ററി താഴത്തെയോ മുകളിലത്തെയോ അതായിരിക്കും അതിനകത്ത് മാസ്റ്ററായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിപ്പ് സ്വിച്ച്, 5ാമത്തെ ഡിപ്പ് സ്വിച്ച് നമ്മൾ മുകളിലോട്ടാക്കി വെക്കുക. ബാക്കി എല്ലാം താഴെ ആയിരിക്കും. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് സ്ലേവ് ആയിരിക്കുന്ന ബാറ്ററിയിൽ നമ്മൾ ഇതിനകത്ത് ഈ നമ്പർ 1 മാത്രം മുകളിലോട്ടായിരിക്കും, ബാക്കി എല്ലാം താഴെയായിരിക്കും. ഇതാണ് അതിൻ്റെ ഡിപ്പ് സ്വിച്ചിൻ്റെ കണക്ഷൻസ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് നമ്മൾ ഇതിനകത്ത് ഈ ഒരു കോൺഫിഗറേഷനിൽ ഞാൻ മുകളിലത്തെ ബാറ്ററിയാണ് മാസ്റ്ററായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാസ്റ്ററായിട്ട് കൊടുക്കുന്ന ബാറ്ററിയിൽ ഇതിനകത്ത് ഏറ്റവും റൈറ്റ് സൈഡിലുള്ള RS485 അതെടുത്തിട്ട് നമ്മൾ ആ കേബിൾ എടുത്തിട്ട് ഇങ്ങനെ അറ്റത്ത് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ നടുക്കത്തെ ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കണക്ഷൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടുണ്ട്. ഇനി കേബിൾ നമ്മൾ ബാറ്ററിയിലോട്ട് ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി സ്വിച്ച് ഓൺ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി തമ്മിൽ പാരൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കേബിൾസും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം പ്രോപ്പറാണ്. ഇനി ഞാൻ പറഞ്ഞു, ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ബാറ്ററിയാണ് ഇതിൻ്റെ മാസ്റ്റർ, താഴത്തെ സ്ലേവ് ആണ്. അപ്പോൾ ആദ്യമേ 2 ബ്രേക്കർ ഓൺ ചെയ്യാം. ഓൺ ചെയ്തു. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ബാറ്ററി ഓൺ ചെയ്യുക. ഫസ്റ്റ് ബാറ്ററി ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലേവ് ബാറ്ററി ഓൺ ചെയ്യുക. അപ്പോൾ 2 ബാറ്ററിയും ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ബ്രേക്കർ ഓൺ ചെയ്യുമ്പോഴാണ്. അപ്പം ഈ ബ്രേക്കർ, അതായത് ഈ ബ്രേക്കർ നമ്മുടെ ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ബ്രേക്കർ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇൻവെർട്ടർ ഓൺ ആവുന്നതാണ്. ഇവിടെ സൈഡിൽ നമ്മളെല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇത് DC ഒക്കെ ഓഫാണ്, എല്ലാം ഓഫാണ്. ബ്രേക്കർ ഓൺ ചെയ്യുമ്പോൾ ബ്രേക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈഡിലുള്ള ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ ഇൻവെർട്ടർ ഓൺ ആവും. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ആദ്യമായി ഓൺ ആയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഫസ്റ്റായിട്ട് ഓൺ ആവുന്നത്. ഇതിനകത്ത് നമ്മൾ സെറ്റിങ്സ് ചെയ്യാണ്. സെറ്റിങ്സ് ഫസ്റ്റ് ചെയ്യേണ്ടത് ബാറ്ററി സെറ്റിങ്സാണ്. ബാറ്ററി സെറ്റിങ്സ് ലിഥിയമാണ്. ലിഥിയം നമ്മൾ ഏത് കപ്പാസിറ്റിയാണ് എന്നുള്ള കാര്യം നോക്കിയിട്ട് ആക്ടിവേറ്റ് ബാറ്ററി കൊടുക്കണം. ഇപ്പോൾ കപ്പാസിറ്റി 100Ah, നമ്മൾ 200Ah കപ്പാസിറ്റി ഒക്കെ ഉണ്ട്.
10Ah ആണ് ബാറ്ററി വരുന്നത്. ഒരു 10Ah ചാർജിങ് കറണ്ട് നമ്മൾ കൊടുക്കുന്നത് 40 amps ആണ്. ആണ്. ഡിസ്ചാർജിങ് നമ്മൾ 80 amps കൊടുക്കും. ഈ ബാറ്ററി നമ്മൾ സെറ്റിങ്സ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ SOC 36% കാണിക്കുന്ന ലിഥിയം ബാറ്ററി നോക്കിയതിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് വരുന്നത് ബാറ്ററി SOC 36% ആണ്. നമുക്ക് ബാറ്ററിയുടെ സെറ്റിങ്സ് നോക്കാം. സ്പൈഡർ തന്നെ ഓൺ ആയിരിക്കും. കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടുണ്ട്. അതാണ് മുകളിലത്തെ ബാറ്ററിലും താഴത്തെ ബാറ്ററിലും ഇങ്ങനെ ഗ്രീൻ ലൈറ്റ് കത്തുന്നത്. ഡിസ്പ്ലേയിൽ ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ബാറ്ററിൽ ഇങ്ങനെ, സെക്കൻഡ് ബാറ്ററിൽ ഇങ്ങനെ. നമ്മളിപ്പോൾ ടെസ്റ്റിംഗ് ഫേസ് ആണ്. നമ്മൾ ഇതുവരെ ഇൻവേർട്ടറിൻ്റെ PV ഇൻപുട്ടോ ഗ്രിഡ് ഇൻപുട്ടോ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ബാറ്ററി മാത്രമേ കൊടുത്തുള്ളൂ. സിസ്റ്റം നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. PV DC ഇൻപുട്ടോ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഗ്രിഡ് ഇൻപുട്ടോ എല്ലാം ഔട്ട് ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇൻപുട്ടും എല്ലാം ഓഫ് ചെയ്തിട്ടേക്കാണ് വരുന്നത്. നമ്മുടെ ഇൻവേർട്ടർ ഇപ്പോൾ കറൻ്റ് ഓഫ് ഗ്രിഡ് മോഡിൽ റൺ ചെയ്യാണ്. വീട്ടിലുള്ള ലോഡൊക്കെ റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ 2.3 kilowatt ഇപ്പോൾ ലോഡുണ്ട്. ബാറ്ററിയിൽ നിന്നാണ് എടുത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോഡ് ഓണാണ്. ഇവിടെ ലോഡാണ്. ഗ്രിഡ് ഇൻപുട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ബാറ്ററി ടു ഇൻവേർട്ടർ കമ്മ്യൂണിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രിഡ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രിഡിൻ്റെ സോഴ്സ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് 2.23 kilowatt എടുത്തിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. ഗ്രിഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട്. 3 ഫേസിന് പ്രോപ്പറായിട്ട് അത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അതിൻ്റെ ഗ്രിഡും വോൾട്ടേജും കാര്യങ്ങളും ലോഡ് ഇപ്പോൾ തൽക്കാലം നമ്മൾ കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് ഗ്രിഡിൻ്റെ വോൾട്ടേജ് 2 പ്രോപ്പർ റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. 3 വോൾട്ടേജും കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പോൾ ഗ്രിഡിൽ നിന്ന് എടുത്ത് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സിസ്റ്റം വർക്ക് മോഡ് നമുക്ക് 0 എക്സ്പോർട്ടിൽ ലോഡാണ് കൊടുത്തിരിക്കുന്നത്. സോളാർ സെല്ല് എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ബാറ്ററി ടു ഇൻവേർട്ടർ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ ഗ്രിഡ് രാത്രിയായതുകൊണ്ട് നമുക്ക് സോളാർ പവർ അവൈലബിൾ അല്ല. നമ്മളിവിടെ DC സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രേക്കേഴ്സൊക്കെ ഓണാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പവർ വരാൻ തുടങ്ങും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഗ്രിഡിലൂടെ എക്സ്പോർട്ട് ആവത്തില്ല. ഗ്രിഡിൽ നിന്ന് പവർ എടുത്ത് ചാർജ് ചെയ്യാൻ മാത്രമേ നമ്മൾ എനേബിൾ ചെയ്തിട്ടുള്ളൂ സിസ്റ്റം. ബ്രേക്കേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് നമ്മൾ 2 SPDs ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കോണ്ടാക്ടർ റിലേ വെച്ചിട്ടുണ്ട്. അത് ഓഫ് ഗ്രിഡ് മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ ടു എർത്ത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഇതാണ് ബ്രേക്കേഴ്സ് 2 ഉണ്ട്. നമുക്കിത് ഇൻപുട്ടാണ്, അത് ലോഡാണ്. എല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇത് നമ്മുടെ ബാറ്ററിയുടെ DC ബ്രേക്കറാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഓണാണ്. ബാറ്ററി 2 പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സ്പൈഡറിൻ്റെ സ്റ്റാക്ക് ടൈപ്പ് ബാറ്ററീസ് ആണ്. ഇത് 2 ബാറ്ററീസാണ്. റേസിംഗ് ഓണായിട്ട് 3.6 kilowatt നമുക്കിപ്പോൾ ലോഡുണ്ട്.
ബാറ്ററി തന്നെയാണ് എടുത്ത് റണ്ണായി കിടക്കുന്നത്. .2 4.7 kW ബാറ്ററി തന്നെയാണ് റണ്ണാവുന്നത്. ഇപ്പോൾ 33% ആണ് നമുക്ക് ഇതുള്ളത്. ബാറ്ററി ടു ഇൻവേർട്ടർ കമ്മ്യൂണിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രിഡ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രിഡിൻ്റെ സോഴ്സ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് 2.23 kW എടുത്തിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. ഗ്രിഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട്. 3 ഫേസിന് പ്രോപ്പറായിട്ട് അത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അതിൻ്റെ ഗ്രിഡും വോൾട്ടേജും കാര്യങ്ങളും ലോഡ് ഇപ്പോൾ തൽക്കാലം നമ്മൾ കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് ഗ്രിഡിൻ്റെ വോൾട്ടേജ് 2 പ്രോപ്പർ റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. 3 വോൾട്ടേജും കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പോൾ ഗ്രിഡിൽ നിന്ന് എടുത്ത് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സിസ്റ്റം വർക്ക് മോഡ് നമുക്ക് 0 എക്സ്പോർട്ടിൽ ലോഡാണ് കൊടുത്തിരിക്കുന്നത്. സോളാർ സെല്ല് എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ബാറ്ററി ടു ഇൻവേർട്ടർ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ ഗ്രിഡ് രാത്രി ആയതുകൊണ്ട് നമുക്ക് സോളാർ പവർ അവൈലബിൾ അല്ല. നമ്മളിവിടെ DC സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. അവിടെ ബ്രേക്കേഴ്സൊക്കെ ഓണാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് പവർ വരാൻ തുടങ്ങും. പവർ വന്നിട്ട് നമുക്ക് ഇപ്പോൾ ഗ്രിഡിലൂടെ എക്സ്പോർട്ട് ആവത്തില്ല. ഗ്രിഡിൽ നിന്ന് പവർ എടുത്ത് ചാർജ് ചെയ്യാൻ മാത്രമേ നമ്മൾ എനേബിൾ ചെയ്തിട്ടുള്ളൂ സിസ്റ്റം. ബ്രേക്കേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് DC DBയിൽ നമ്മൾ 2 SPDs ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഒരു കോണ്ടാക്ടർ റിലേ വെച്ചിട്ടുണ്ട്. അത് ഓഫ് ഗ്രിഡ് മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ ടു എർത്ത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഇതാണ് ബ്രേക്കർസ് 2 ഉണ്ട്. നമുക്കിത് ഇൻപുട്ടാണ്, അത് ലോഡാണ്. എല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇത് നമ്മുടെ ബാറ്ററിയുടെ DC ബ്രേക്കറാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഓണാണ്. ബാറ്ററി 2 പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സ്പൈഡറിൻ്റെ സ്റ്റാക്ക് ടൈപ്പ് ബാറ്ററീസ് ആണ് ഇത്. 2 ബാറ്ററീസ്.